എന്താ ഇവിടെ നിൽക്കുന്നേ? നിന്നെ അവിടെ അന്വേഷിക്കണു. മിഥുൻ. സക്രിയ വണ്ടി എടു. എന്തിനാ ഇവനെ അറസ്റ്റ് ചെയ്യണേ? സാർ ഒന്ന് പറഞ്ഞു. അതൊക്കെ കോടതി പോയി ചോദിച്ചാൽ മതി. പ്ലീസ് സാർ. ഞങ്ങൾ സ്റ്റേഷനിൽ പോയിരുന്നു. കോടതി പോയി ജാമ്യം എടുത്തോളാനാ പറഞ്ഞേ. അഡ്വക്കേറ്റിനെ കണ്ടപ്പോ ബെയിൽ എളുപ്പമല്ലാന്നാ പറഞ്ഞേ. ആദ്യം ഡിസ്ട്രിക്ട് കോർട്ട്, അവിടുന്ന് കിട്ടില്ല, പിന്നെ വേണം ഹൈക്കോർട്ട്. സമയമെടുക്കും. അതിനവൻ എന്ത് ചെയ്തിട്ടാ? IPC 120B 379. എന്നുവെച്ചാ ആർക്കറിയാം? ഒരു പരിചയമില്ലാത്തതിനെ രക്ഷിക്കാൻ പോയതാ. ആവശ്യത്തിന് തല്ലും കിട്ടി, ജയിലുമായി. അവന്റെ ഒരു സിംഗ്രോസിറ്റി മണ്ണാൻ കട്ട. ഇപ്പൊ മനസ്സിലായ? പതുക്കെ അവര് കേക്കും. കേക്കട്ടെ, കേട്ടാലെന്താ? കേട്ടല്ലേ പറ്റൂ. എത്ര കാലം മറച്ചു വെക്കും? ഒരാഴ്ച കഴിഞ്ഞ കല്യാണോ? അതിനിടയിൽ എവിടുന്ന് ബെയിൽ കിട്ടാൻ? നീ പറയടാ, പറയ്. സിയെ എവിടോ? വിളിക്കണോ? സർ, ഇയാളെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? 5-6 മണിക്കൂറായി സർ. തമ്പാ സർ, വാടോ. ആ രണ്ടാമത്തേതൊന്ന് വായിച്ചേ. എന്താണ് സർ? ആ ബോർഡിലെ രണ്ടാമത്തേതൊന്ന് വായിക്കാൻ. അറസ്റ്റ് നടന്ന തീയതിയും സമയവും കാണിച്ച് മെമ്മോ തയ്യാറാക്കുകയും അതിൽ ഉറക്കെ വായിക്ക് സാജ. അറസ്റ്റ് നടന്ന തീയതിയും സമയവും കാണിച്ച് മെമ്മോ തയ്യാറാക്കുകയും അതിൽ അറസ്റ്റിലായ വ്യക്തിയുടെ ഒപ്പ് വാങ്ങിയിരിക്കുകയും വേണം. എന്നിട്ട് മെമ്മോ ഒപ്പിട്ടോ? ഇല്ല സർ, ഉടനെ മേടിക്കും. ആ മൂന്നാമത്തെ വായിച്ചു. അറസ്റ്റ് മെമ്മോയിൽ അറസ്റ്റിലായ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ഒരാളെയോ അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിയെ സാക്ഷിയായി ഉൾപ്പെടുത്തി ഒപ്പ് വാങ്ങണം. ബന്ധുമിത്രാദികളെ വിവരം അറിയിച്ചോ? ഇല്ല സർ, അറിയിക്കാം. നിങ്ങൾ അറിയിച്ചില്ല, പക്ഷെ ഞാൻ ഇവിടെ എത്തി. ഈ തല്ലിച്ചതച്ചവനെ വെറുതെ വിട്ടിട്ട് രക്ഷിച്ചവനെ പിടിച്ച് അകത്തിട്ടു അല്ലേ? ഏത് കോത്താഴത്തെ നിയമമാണ്? സാർ, അയാൾ കള്ളനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ച് കള്ളനെ രക്ഷിക്കുന്നതും അവനെ പിടിക്കാൻ ശ്രമിച്ച കടയുടമയെ തല്ലുന്നതും അനുവദിക്കാൻ പറ്റില്ല സാർ. കടയുടമ ഹോസ്പിറ്റലിലാണ് സർ. കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചാണ് പോലീസ് നടപടി സർ. കംപ്ലൈന്റ് എവിടെ സാർ? എടോ, താൻ ഈ സംഭവ സ്ഥലത്ത് പോയായിരുന്നു? പോയി സാർ. എവിടെയാ സംഭവം നടന്നത്? അതിലുണ്ട് സാർ. നിങ്ങൾ പോയോ എന്നാണ് ചോദ്യം. ഉടനെ പോകും സാർ. എടോ, സംഭവ സ്ഥലത്ത് പോയി കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണോ കേസ് ഉണ്ടാക്കുന്നത്? സംഭവ സ്ഥലത്തും ഹോസ്പിറ്റലും പോയിട്ടാണ് ഞാൻ ഈ വരുന്നത്. ആ സാധു ക്രിട്ടിക്കൽ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് കടയുടമ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടതും നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ കംപ്ലൈന്റ് എഴുതി തന്നതും പിന്നെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. എത്ര കിട്ടിയത് ഈ ഇയാളെ കുരുക്കാൻ? എടോ, വിശന്ന് പള്ള കത്തിയതിന് ഒരു കഷ്ണം ബ്രെഡ് ഒരുത്തിനെടുത്താൽ നീയൊക്കെ കൂടെ അവനെ ഇടിച്ച് കൊന്നുകളയും ഈ രാജ്യത്ത്, അല്ലേ? ഇത് കേസും വകുപ്പും വേറെയാവും. സസ്പെൻഷനിലും ട്രാൻസ്ഫറിലും ഒന്നും തീരില്ല. ദിസ് ഈസ് എ കേസ് ഓഫ് മോബ് ലിഞ്ചിങ്. കൂട്ടുപ്രതിയാവും സാർ. ഇഷ്യൂ ആക്കരുത് സാർ. താൻ കൃത്യസമയത്ത് അവിടെ എത്തിപ്പെട്ടതുകൊണ്ട് ആ പാവം രക്ഷപ്പെട്ടത്. ഇവന്മാർ കാണിച്ച തോന്നിവാസത്തിന് ഞാൻ മാപ്പി ചോദിക്കുന്നു. സോറി.
പോലീസ് മിഥുൻ എന്തെങ്കിലും ചെയ്തോ? പോലീസുകാരല്ലേ, 1-2 എണ്ണം കിട്ടി. അതെന്തിനാ? അവർക്കെന്ത് കാരണം? അതെ, ഇത് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചതാ പുള്ളിക്ക് വേണ്ടി. ഒന്ന് കൊടുത്തോട്ടെ? അയ്യോ, പുള്ളി ഇപ്പൊ സെഡിയേറ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ ഡീപ്പ് സ്ലീപ്പിലാണ്. ആ, അങ്ങനെയാണെങ്കിൽ ഈ പൈസയും ഈ ഡ്രസ്സും ഒന്ന് കൊടുക്കാമോ? കൊടുത്തേക്കാം. ആ. ഈ വൈറ്റ് ടോൺ കൊള്ളാം, അത് ഫിക്സ് ചെയ്തോ? ഓക്കെ. പിന്നെ ഈ റിസപ്ഷനിലുള്ള മെനു തന്നിട്ടുണ്ട്. ആ, അത് കാറ്ററിംഗിന് കൊടുത്തു വന്നാലേ. ഓക്കെ മാഡം. സ്റ്റേജിനുള്ള അറേഞ്ച്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഇനി 3-4 ദിവസമല്ലേ ഉള്ളൂ. കൊടുത്തു വന്നാലും ഓക്കെ, ശരി. ഓക്കെ. ദേ ഇത് നോക്ക്, നല്ല രസമില്ലേ? ചേരുന്നില്ലേ? കളർ കൊള്ളാല്ലേ? നല്ല കളറാ. അതെ, അല്ലെങ്കിൽ ഇതാണോ നല്ലത്? ഇത് കൊള്ളാം. കൊള്ളാം. ഇതിന്റെ ബോർഡർ കൊള്ളാല്ലേ? ഇതെങ്ങനെയാണ്? അതാ തോന്നുന്നില്ലേ കുറച്ചുകൂടെ നല്ലത്. ഇതാണ് മെയിൻ. എഴുന്നേറ്റേ, ബാ. ഇതാണ് നമ്മളുടെ മുഹൂർത്ത സാരി. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നന്നായി ചേരുന്നുണ്ട്. തുറന്നു നോക്ക് നീ. അയ്യോ, എന്താ ഇത്? ഇതെന്താ ഇങ്ങനെ? നമ്മള് ശ്രദ്ധിച്ചു കാണില്ല. മിഥുനെ, ആ. നിക്കടാ. എവിടെയാണ്? കല്യാണമൊക്കെ ഉറപ്പിച്ച കേട്ടല്ലോ. ആടാ. നമ്മളൊന്നും വിളിക്കുന്നില്ലേ? പാർട്ടി ഒന്നും ഇല്ലേ? ഉണ്ട്. എന്തോന്നാടോ? ഷേ, വിളിക്കട്ടോ. മറ്റുള്ളവർ പറഞ്ഞ നമ്മളറിയുന്നേ. ഓക്കെടാ, ശരി. മിഥുനെ, കല്യാണമൊക്കെ ഉറപ്പിച്ച കേട്ടല്ലോ. നമ്മളൊന്നും വിളിക്കുന്നില്ലേ? മോനെ, കല്യാണം എന്നറിഞ്ഞു. സന്തോഷായിട്ടോ. മിഥുനെ, എന്നാണ് ബാച്ചിലർ പാർട്ടി? നമുക്ക് തകർക്കണ്ടേ? മിഥുനെ, നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. കൺഗ്രാറ്റ്സ് ട്ടോ. മിഥുനെ, കല്യാണമൊക്കെ ആയല്ലേ? എന്താ നമ്മളൊന്നും അറിയിക്കില്ല? മിഥുനെ, നീ ഭാഗ്യം ചെയ്താനാട്ടാ. അവൾ നല്ലൊരു കുട്ടിയാ. എന്തായാലും നിന്റെ അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. എനിക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് തെറ്റുപറ്റില്ല. அந்த பொண்ணுக்கு ஆயுசு ரொம்ப கம்மி. ബ്രദർ, ശ്രേയയ്ക്ക് ആയുസ് തീരെ കുറവാണ്. ഒരു 3 പേരുടെ ജീവൻ മിഥുന് രക്ഷിക്കാൻ കഴിഞ്ഞാൽ പ്രകൃതിക്ക് ആ കുട്ടിയോട് കരുണ തോന്നിയേക്കും. ഇനി ഒരു വാണിങ്ങിന് നീ നിൽക്കരുത് പ്ലീസ്. നീ തോറ്റു പോകുമ്പോൾ
ചേട്ടാ കത്തി വല്ലതും ഉണ്ടോ? കത്തിയുടെ കയ്യിൽ എടുക്ക്. ചേട്ടാ വാ.